നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബിൽ നമ്മൾക്ക് മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയാം 4000 വാച്ചവേഴ്സും 1000 സബും, ഇല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ 3000 വാച്ചവേഴ്സും 500 സബ്, ഇല്ലെങ്കിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസും, അല്ല ഫുൾ മോണിറ്റൈസേഷന് 10 മില്യൺ വ്യൂസും. അപ്പോൾ ഈ ഒരു ഒറ്റ ലക്ഷ്യമാണ് യൂട്യൂബിൽ വരുന്ന പുതിയ ക്രിയേറ്റേഴ്സിന് എല്ലാവരും. അപ്പോൾ പല മാർഗങ്ങളിൽ കൂടിയും വന്നിട്ട് ഈ സബും വ്യൂസും ഒക്കെ വാച്ചവേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആക്കിയാലും മുമ്പോട്ട് പോകുമ്പോഴേക്കും ഏർണിങ്സ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യൂസ് വരാനായിട്ട് ഇങ്ങനെ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ 4000 വാച്ചവേഴ്സും 1000 സബും വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചാനൽ കാറ്റഗറി, അതിൻ്റെ രീതികളെയൊക്കെ കുറിച്ചിട്ടാണ്. മലയാളത്തിൽ തന്നെ ഒരുപാട് ചാനലുകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഗ്രോ ചെയ്ത് പോയിട്ടുള്ള ചാനലുകളാണ്. അത് പോയി നോക്കിയൊരു ചെറിയ ക്രിയേറ്റിവിറ്റി എങ്കിലും നമ്മൾക്കുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ നമ്മൾക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഈ വാച്ചവേഴ്സ്, ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. കാരണം ഒന്ന് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഇതിന് ചില ഇപ്പം പൈസ ഒക്കെ കൊടുത്തിട്ട് മോണിറ്റൈസൊക്കെ ചെയ്യുകയാണെങ്കിലും അതിന് നമ്മൾക്ക് ആ എമൗണ്ട് തിരിച്ച് മോണിറ്റൈസ് ആയിട്ട് തിരിച്ചൊക്കെ കിട്ടണമെങ്കിൽ നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല യൂട്യൂബ് ഇപ്പോൾ പറഞ്ഞ പോലെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ കാര്യവും അടുത്തിടെ വന്നതാണ്. അപ്പോൾ സാധാരണ 1 ലക്ഷം സബൊക്കെ എത്തണമെങ്കിൽ വർഷക്കണക്കിന് കഷ്ടപ്പെട്ടാൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനലുകളൊക്കെ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഏതാണ്ട് 2-3 വർഷം ഇല്ല 5 വർഷം കൊണ്ടൊക്കെയാണ് ഇതൊക്കെ എത്തുന്നത്. അപ്പോൾ ഇന്ന് ഷോർട്ട് ചാനൽ വന്നിട്ട് ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ മില്യൺസ് ഓഫ് സബും വ്യൂസും ഒക്കെ കിട്ടും. ലോങ് വീഡിയോസ് വഴി ചാനൽ നമുക്ക് റീച്ചിൽ കൊണ്ടുവരണമെങ്കിൽ നല്ല കണ്ടൻറ്റ് വേണം. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഒരു നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ, എൻ്റർടൈൻ ചെയ്യാനുള്ള കഴിവുകൾ ഇല്ല, ഒരു പക്ഷേ തമാശ ചെയ്യാനൊക്കെ കഴിവുകളുണ്ടെങ്കിൽ അങ്ങനത്തെ കാറ്റഗറീസിലുള്ള ചാനലൊക്കെ പെട്ടെന്ന് നല്ല റീച്ച് പോവുകയും ചെയ്യും. അതുപോലെ സ്കിറ്റായിട്ടുള്ളത്, കോമഡി, പിന്നെ നല്ല ഈ ഡാൻസിൻ്റെ ഷോർട്സ്, അതുപോലെ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല റീച്ചുള്ള ഷോർട്സ് ചാനൽ ധാരാളമായിട്ട് ഉണ്ട്. അപ്പോൾ പറയുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എൻഗേജ് ചെയ്യാൻ പറ്റിയ കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഷോർട്സിലൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആളുകളെ എൻഗേജ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ കണ്ടൻറ് ഉണ്ടായാൽ വീഡിയോ വൈറലാവുന്നത് തീർച്ചയാണ്. അതുപോലെ ഒരുപാട് ചാനലുകൾ ഇതേ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. ഫണ്ണി ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചാനൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ പോകണമെന്നില്ല. ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ആ വരുന്നവരെ അറ്റ്ലീസ്റ്റ് ആദ്യം കുറച്ച് സമയമെങ്കിലും എൻഗേജ് ചെയ്ത് നിർത്താനുള്ളൊരു കഴിവ്, പിടിച്ചു നിർത്താനുള്ള കഴിവ് അവർ കുറച്ച് നേരമെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഏത് കാറ്റഗറിയിൽ കണ്ടൻറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയിൽ അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വന്നിട്ട് ഒരു 40-50% പേരെങ്കിലും അതിൻ്റെ ഇല്ല 50%-ഓളമെങ്കിലും ആ വീഡിയോയുടെ ഭാഗങ്ങൾ ആളുകൾ വാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് റീച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ യൂട്യൂബിൻ്റെ ചാനൽ നടത്തണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് ഏത് വഴിയിൽ കൂടെ പോയാലാണ് നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുന്നത് എന്നുള്ളത് പരീക്ഷിച്ച് നോക്കുക. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വഴിയായിരിക്കും നമ്മൾക്കായിട്ട് തുറന്ന് കിട്ടുന്നത്. നമ്മൾ സാധാരണ രീതിയിലും ഒരു വീഡിയോ വൈറലാവുമെന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴേക്കും അതായിരിക്കില്ല ഒരു പക്ഷേ വൈറലാവുന്നത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന വേറൊരു വീഡിയോ ആയിരിക്കും വൈറലാവുന്നത്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും യൂട്യൂബിൽ സാധാരണ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോവുക, അക്ഷമ കാണിക്കാതിരിക്കുക. ക്ഷമയോടെ തന്നെ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചാനൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഇനിയും തുടർന്ന് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആ സപ്പോർട്ടാണ് എനിക്കുള്ള മോട്ടിവേഷൻ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.